അശ്വതി നക്ഷത്ര ജാതകരുടെ ഇപ്പോഴത്തെ ഫലം നോക്കിയാൽ ഒരു നല്ല കാര്യം ഇവർക്ക് സംഭവിക്കുന്ന സമയം തന്നെയാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന അശ്വതി നക്ഷത്ര ജാതകർക്ക് അത് സാധ്യമാകുന്ന സമയം. അശ്വതി നക്ഷത്ര ജാതകർ അതിയായ സൗന്ദര്യമുള്ളവരും വളരെ നല്ല ആരോഗ്യത്തോടു കൂടിയവരും എല്ലാ കാര്യങ്ങളിലും അസാമാന്യമായ അറിവും വിവേചന സാമർഥ്യമുള്ളവരും ഓർമ്മശക്തിയുടെ കാര്യത്തിൽ വളരെ പ്രബലന്മാരും ആയിരിക്കും. തേജസ്സുറ്റ വലിയ കണ്ണുകളും ഉയർന്ന നാസികയും വലിയ വിസ്താരമുള്ള നെറ്റിയും പ്രശാന്തസുന്ദരമായ മുഖഭാവവും ഈ നക്ഷത്ര ജാതകരുടെ പ്രത്യേകതയാണ്. ഈ നക്ഷത്രക്കാർ വളരെ ഊർജ്ജസ്വലരും ഉത്സാഹശീലരും വളരെ ആലോചിച്ചു മാത്രം തീരുമാനമെടുക്കുന്നവരും ആയിരിക്കും. ഇക്കൂട്ടർ യാതൊരു ആലോചനയും കൂടാതെ എടുത്തുചാടി ഒരു കാര്യത്തിലും ഇടപെടുകയില്ല. അശ്വതി നക്ഷത്രക്കാർ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ അത് എത്ര ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നാലും അതിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അശ്വതി നക്ഷത്രത്തിൽ അധികവും സൈനികരെ പോലെ വളരെ ചിട്ടയും സ്വന്തം കഴിവും ശക്തിയും ഗർവമുള്ളവരും ആ കഴിവ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ മടിയില്ലാത്തവരുമാണ്. ദൈവിക ചിന്ത വളരെ ദൃഢമായി ഇവരിൽ കണ്ടുവരുന്നുണ്ട്. ദൈവികമായോ മതപരമായോ ഉള്ള അന്ധവിശ്വാസം ഇവരെ ബാധിക്കാറില്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ തനിക്ക് ഇഷ്ടപ്പെടാത്തതാണ് എങ്കിൽ അതിനെ അങ്ങേയറ്റം എതിർക്കുന്ന സ്വഭാവം അവരുടെ പ്രത്യേകതയാണ്. അവനവൻ്റെ ജീവൻ കളഞ്ഞും സ്വന്തം കുടുംബം സംരക്ഷിക്കുന്നതിൽ അതീവ തൽപരരായിരിക്കും. അനുസരണാശീലവും വൃത്തിയായും അടുക്കും ചിട്ടയോടുകൂടിയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നത് അശ്വതി നക്ഷത്രക്കാരുടെ എടുത്തു പറയേണ്ട പ്രത്യേകതയാണ്. ഇക്കൂട്ടർ വളരെ ശാന്തശീലരാണെങ്കിലും ഇവരുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അവയെല്ലാം തട്ടിമാറ്റി മുന്നേറാനുള്ള കഴിവ് എടുത്തു പറയേണ്ടതാണ്. ഇവർ അധികവും എടുത്തുചാട്ടക്കാരാണ്. വികാരങ്ങൾ കൊണ്ടോ ബലപ്രയോഗങ്ങളിലൂടെയോ ഇവരുടെ മനസ്സ് മാറ്റാൻ വളരെ പ്രയാസമാണ്. ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങുന്ന സ്വഭാവം ഇവർക്കില്ല. നിശ്ചയദാർഢ്യത്തോടു കൂടിയ മനസ്സ് അശ്വതി നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ്. ഇവർ അധികവും പ്രസരിപ്പും ചുറുചുറുക്കോടുകൂടിയവരും വിവിധ വിഷയങ്ങളിൽ ജ്ഞാനമുള്ളവരും ദൈവവിശ്വാസികളും മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരുമായിരിക്കും. പക്ഷെ പല അബദ്ധങ്ങളും ഇവർക്ക് പറ്റാറുണ്ട്. ആരെയൊക്കെ ഇവർ നന്നായി സഹായിച്ചിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ ഇവർക്ക് തിരിച്ചടികൾ ലഭിച്ചിട്ടുണ്ട്. ഇവർ അധികവും പ്രസരിപ്പും ചുറുചുറുക്കോടുകൂടിയും വിവിധ വിഷയങ്ങളിൽ ജ്ഞാനമുള്ളവരുമായിരിക്കും. ഇവരുടെ അമിതമായ ആത്മവിശ്വാസം ഇവരെ അഹങ്കാരികളായി ചിത്രീകരിക്കാനും ഇടയുണ്ട്. തങ്ങളെ ആശ്രയിക്കുന്നവരെ വഴിവിട്ടുപോലും സഹായിക്കാൻ ഇവർ മുന്നിട്ടിറങ്ങുന്നു. ഭാഗ്യമുള്ളവരാണ് അശ്വതി നക്ഷത്ര ജാതകർ. എല്ലാ രീതിയിലും സമൃദ്ധിയാണ് ഇനി ഇവർക്ക് വരാനിരിക്കുന്നത്. ഏതു പ്രശ്നത്തെയും വളരെ യുക്തിയോടെ സമീപിക്കാനും അതിന് സമാധാനപരമായ പരിഹാരം കാണുന്നതിനും ഇവർക്കുള്ള മിടുക്ക് എടുത്തു പറയേണ്ടതാണ്. എന്നാൽ ഇവർക്ക് എന്തെങ്കിലും സമാധാനക്കേടുണ്ടായാൽ ഇവരെ ആശ്വസിപ്പിക്കാൻ വളരെ പ്രയാസമാണ്. കരഞ്ഞു കളയും. ദുഃഖം സഹിക്കാൻ കഴിയില്ല. തനിക്കൊരു ദുഃഖം വന്നു കഴിഞ്ഞാൽ ആ ഒരു വിഷമവുമായി ദിവസങ്ങളോളം ഇവർ അലയുന്നതായി കാണുവാൻ സാധിക്കും. അത് മനസ്സിൽ നിന്നും വിട്ടുമാറില്ല. തെറ്റായിപ്പോയി അല്ലെങ്കിൽ അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ പലപ്പോഴും ഇവരുടെ മനസ്സിനെ അങ്കലാപ്പിലാക്കും. അശ്വതി നാളുകാരുടെ വൈവാഹിക ജീവിതം ഐശ്വര്യപൂർണമാണെങ്കിലും അതുപോലെ തന്നെ അസംതൃപ്തി നിറഞ്ഞതുമായിരിക്കും. കുടുംബജീവിതം വളരെ ക്ലേശങ്ങൾ നിറഞ്ഞതായിരിക്കും. കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ വെറുപ്പും വിദ്വേഷവും സമ്പാദിക്കുന്നവരായിരിക്കും അധികം പേരും. ഭാര്യയുടെ രോഗങ്ങൾ കൊണ്ടോ വേർപാട് കൊണ്ടോ ഉള്ള ചിന്ത എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. ഇവരുടെ ജാതകത്തിൽ ശുക്രനും രാഹുവും അനിഷ്ടഭാവത്തിലാണെങ്കിൽ ഭാര്യാവിയോഗം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്.
തുലാരാശിയിലോ മേടരാശിയിലോ രാഹു അല്ലെങ്കിൽ ശനി നിൽക്കുകയാണെങ്കിൽ വളരെ വൈകിയ വിവാഹമായിരിക്കും ഇവർക്കുണ്ടാകുക. ഗൃഹസ്ഥിതിയിൽ വ്യാഴം ബലവാനാണെങ്കിൽ സന്താനഭാഗ്യത്തിന് യാതൊരു തടസ്സവും ഉണ്ടാകില്ല. അശ്വതി നാളുകാർ അടിസ്ഥാനപരമായി നല്ല ആരോഗ്യമുള്ളവരാണെങ്കിലും പക്ഷപാതം, ഹൃദ്രോഗം, അപസ്മാരം, രക്തസ്രാവം, അർശസ്, മൂത്രാശയ രോഗങ്ങൾ തുടങ്ങിയവയിൽ എന്തെങ്കിലുമൊക്കെ കൂടെ ഇവരെ അലട്ടാറുണ്ട്. സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധക്കുറവുള്ളവരും ഔഷധസേവയിൽ വളരെ വിശ്വാസം ഇല്ലാത്തവരുമായിട്ടാണ് ഇക്കൂട്ടർ അധികവും കണ്ടുവരുന്നത്. എന്നാൽ ആത്മവിശ്വാസം കൊണ്ടും ചിട്ടയായ ജീവിത രീതി കൊണ്ടും ഇതിൽ നിന്നെല്ലാം രക്ഷ നേടാമെന്ന് വിശ്വസിക്കുന്നവരും അത് പ്രാവർത്തികമാക്കുന്നവരുമാണ്. ഇവർ ചിലരെങ്കിലും ഇത്തരം ശീലങ്ങൾ അവരുടെ ജീവിതത്തെ അധപ്പതത്തിലെത്തിക്കുകയാണ് പതിവ്. ജാതകത്തിൽ നല്ല രീതിയിലുള്ള ഗൃഹസ്ഥിതിയാണെങ്കിൽ ഇതിൽ നിന്നെല്ലാം കരകയറാൻ ഇക്കൂട്ടർക്ക് വളരെയധികം സാധിക്കും. ഇവർക്കൊരു ഭാഗ്യം വന്നു ചേരാൻ പോകുന്നു. മേടരാശിയിൽപ്പെട്ട അശ്വതി നക്ഷത്ര ജാതകർക്ക് 2025-2026 കാലഘട്ടം വളരെയേറെ ഭാഗ്യത്തിൻ്റെതായിരിക്കും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ചു കിട്ടും. ഇവരുടെ ആഗ്രഹങ്ങൾ ഒക്കെ നിറവേറുന്ന സമയമാണ്. വിവാഹ പ്രായമെത്തി നിൽക്കുന്ന അശ്വതി നക്ഷത്ര ജാതകർക്ക് വിവാഹം നടക്കുന്ന സമയമായിരിക്കും. അതുപോലെ ഒരു ജോലിക്കൊക്കെ ശ്രമം നടത്തുന്ന അശ്വതി നക്ഷത്ര ജാതകർക്ക് ഒരു ജോലിയൊക്കെ കിട്ടുന്ന സമയമായിരിക്കും. അതായത് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് ഒന്ന് രക്ഷപ്പെടണം എന്ന് ആശിച്ചിരിക്കുന്ന അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇനി ഇവരുടെ ജീവിതത്തിൽ നല്ല സമയമാണ് എന്ന സാരം. ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം. ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ അവസാനിച്ച് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾ നല്ല രീതിയിൽ ഡെവലപ്പാകും. നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. അതൊരു വീടാണെങ്കിലും ഒരു വാഹനമാണെങ്കിലും വിദേശയോഗമാണെങ്കിലും സന്താനഭാഗ്യമാണെങ്കിലും ഒക്കെയും. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖദുരിതങ്ങളൊക്കെ ഒരു മറവി പോലെ മറന്നേക്കുക. ദുഃഖങ്ങളൊക്കെ അകത്തെ നിർത്തുക. നിങ്ങളുടെ ഭാഗ്യം തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ സൗഭാഗ്യ സമ്പന്നതയിലെത്തും. ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയുന്ന സമയമാണ്. അതീവ സമ്പന്നതയിൽ നിങ്ങൾ എത്തിച്ചേരും. ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക, വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ഭാഗ്യത്തിൻ്റെ നാളുകളാണ്, നേട്ടത്തിൻ്റെ സമയമാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭരണി, അഷ്ടമി, ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളിൽ നിങ്ങൾ ഞാനീ പറയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക. അതിലൊന്ന് കടുംപായസമാണ്. 2 ഒരു ചുവന്ന പട്ട് സമർപ്പിക്കുക. അതുപോലെ തന്നെ കരിക്കഭിഷേകം നടത്തുക, മഞ്ഞളഭിഷേകം നടത്തുക, ചാന്താട്ടം ഇതൊക്കെ നടത്തുക. അതുപോലെ കുങ്കുമാഭിഷേകമൊക്കെ നടത്തുന്നത് നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യമൊക്കെ വരും. അതുപോലെ തന്നെ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഒരു പട്ടും താലിയൊക്കെ സമർപ്പിക്കുക. അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ദുരിതവും ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കൊക്കെ നിങ്ങളെ കൊണ്ടെത്തിക്കും. ചെമ്പരത്തിമാല ഭദ്രകാളിക്ക് സമർപ്പിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഒക്കെ നിങ്ങളെ കൊണ്ടെത്തിക്കും. അതുപോലെ ഗുരുതി പൂജയൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ ഗുരുതി പൂജ കൂടി ചെയ്യുക. വഴിപാടുകൾക്കൊക്കെ അല്പം പൈസയാകുമായിരിക്കും, എന്നാലും അതൊന്നും പ്രശ്നമാക്കണ്ട. നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. വരാനിരിക്കുന്ന നാളുകൾ വളരെയേറെ സമൃദ്ധിയുടേതാണ്, വളരെയേറെ സന്തോഷത്തിൻ്റെതാണ്. ഭാഗ്യം ഒരുപാട് വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ വലിയ നിലയിൽ എത്തിച്ചേരാൻ അശ്വതി നക്ഷത്ര ജാതകർക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഇത് കേൾക്കുന്നവർ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. നല്ല ദിനങ്ങൾ ആശംസിക്കുന്നു. 2025-2026 നിങ്ങളെ സംബന്ധിച്ച് നല്ലത് തന്നെയായിരിക്കും. ഭാഗ്യത്തിൻ്റേതായിരിക്കും, നേട്ടത്തിൻ്റേതായിരിക്കും, സർവ്വ സമൃദ്ധിയുടെയുമായിരിക്കും. അങ്ങനെ വലിയ ഭാഗ്യത്തിലേക്ക് എത്താൻ സർവശക്തനായ ഈശ്വരൻ്റെ കരങ്ങൾ നിങ്ങൾക്കുമേൽ നേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.